മകന്റെ മർദ്ദനമേറ്റ് കിടപ്പ് രോഗിയായ അച്ഛൻ മരിച്ചു എന്ന വാർത്ത. മദ്യപിച്ച് വീട്ടിലെത്തിയ ശരത് എന്നയാൾ അച്ഛൻ ശശിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പൂതക്കുളം പുന്നേക്കുളം സ്വദേശി ശരത്തിനെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, നേരത്തെ നമ്മൾ പങ്കുവച്ചത് ലഹരിക്കടിമയായ മകൻ അതിൽ നിന്ന് തിരിച്ചു വരാത്തതുകൊണ്ട് ആ മനോവിഷമത്തിൽ ആത്മഹത്യയുടെ വഴിയിലേക്ക് പോയ ഒരു അച്ഛനെയും അമ്മയുമാണെങ്കിൽ ഇവിടെ മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിക്കടിമയായി സ്വന്തം അച്ഛനെ അടിച്ചു കൊല്ലുന്ന മകനെക്കുറിച്ചാണ്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഉടനെ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തോ? പ്രജീഷ്, ദിവിഷ്, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ മദ്യപിച്ച് ശരത്ത് വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് ശരത്തിന് ഒരു മകനുണ്ട്. ആ മകനെ കിടപ്പ് രോഗിയായിട്ടുള്ള അച്ഛൻ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല അല്ലെങ്കിൽ പരിചരിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞ് അച്ഛനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുഖത്ത് ആസകലം മർദ്ദനമേറ്റിട്ടുണ്ട്. മുഖം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയാണ്. ശരീരം പല സ്ഥലങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുണ്ട്. അതിനുശേഷം ബന്ധുക്കൾ ഇടപെട്ട് അദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം ബന്ധുക്കൾക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മകന്റെ മർദ്ദനമേറ്റാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വന്തം അച്ഛനെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് പരവൂരിൽ നടന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മദ്യലഹരി തന്നെയാണ്. മദ്യത്തിൽ ഈ ലഹരി മൂലം ഇയാൾ അച്ഛനെ മർദ്ദിക്കുകയായിരുന്നു. കാര്യം സ്വന്തം മകനെ നോക്കിയില്ല എന്ന കാരണത്താൽ അച്ഛനെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എന്തൊരവസ്ഥയാണ്! സ്വന്തം മകനെ നോക്കിയില്ല എന്ന പേരിൽ സ്വന്തം അച്ഛനെ കൊല്ലുന്ന മകൻ. ഇതാണ് കൊല്ലത്തെ പരവൂരിൽ സംഭവിച്ച. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.